വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓണം എക്സാമിന് വേണ്ട മുഴുവൻ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് എല്ലാം എക്സാം സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. ഒരു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇനി വരുന്ന എല്ലാ വീഡിയോസും എക്സാമിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമിന് ഇതിൽ നിന്നും 100% നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതാണ് സിമിലി ആൻഡ് മെറ്റഫർ. പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടഫാണെന്ന് വിചാരിച്ച് പലരും ഒഴിവാക്കി കളയുന്ന ഏറ്റവും ഈസി ആയ ഒരു ടോപ്പിക്കാണ് സിമിലി മെറ്റഫറും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സിമിലി മെറ്റഫറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ഈ ഭാഗത്ത് നിന്ന് സിമിലിയിൽ നിന്നും മെറ്റഫറിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവിടെ നമുക്ക് മാർക്ക് പോവില്ല. സിമിലി മെറ്റഫറും രണ്ട് നമ്മൾ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് കമ്പയർ ചെയ്യാൻ, രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനായിട്ട്. സിമിലിയിൽ ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ മെറ്റഫറിലോ രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. സിമിലിയിൽ നമ്മൾ ലൈക്ക് എന്ന വാക്ക് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആസ് എന്ന വാക്ക് ഉപയോഗിക്കും. എന്നാൽ മെറ്റഫറിൽ ഈ രണ്ട് വാക്കുകളും ഇല്ലാതെ നേരെയാണ് അങ്ങ് കമ്പയർ ചെയ്യുന്നത്. അപ്പം ലൈക്കോ ആസോ ആ സെൻറ്റൻസിൽ കണ്ടാൽ അത് സിമിലിയാന്ന് ഓർക്കണം. സിമിലിയിലും ഉണ്ടൊരു എല്ല്, ലൈക്കിലും ഉണ്ടൊരു എല്ല് അല്ലേ. അതുപോലെ ആസിലും ഉണ്ടൊരു എസ്, സിമിലിയിലും ഉണ്ടൊരു എസ്. അത് ഓർത്ത് വെക്കുക. ഇവ രണ്ടും ഇല്ലെങ്കിൽ അത് മെറ്റഫറാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഷീ സിങ്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവൾ ആരെ പോലെ പാടുന്നു എന്നാണ് പറയുന്നത്? ഒരു മാലാഖയെ പോലെ. അത് അവിടെ ലൈക്ക് എന്ന വാക്കുണ്ട്. അത് കണ്ടാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട, അത് സിമിലി ആയിരിക്കും. അതുപോലെ ദ സ്റ്റാർസ് ഷൈൻ ലൈക്ക് ഡയമണ്ട്സ്. നക്ഷത്രങ്ങൾ ആരെ പോലെ തിളങ്ങുന്നു? ഡയമണ്ട്സിനെ പോലെ. താരതമ്യം ചെയ്യുകയാണ്, കമ്പയർ ചെയ്യുകയാണ്. അവിടെ ആരുണ്ട്? ലൈക്ക് ഉണ്ട്, സിമിലിയാണ്. ഷീ സ്റ്റുഡ് ആസ് സ്റ്റിൽ ആസ് എ സ്റ്റാച്യു. അവൾ ഒരു പ്രതിമയെ പോലെ. അവിടെയും താരതമ്യമാണ്, അനങ്ങാതെ നിൽക്കുന്നു. പക്ഷെ ഇവിടെ നോക്ക്, നമുക്ക് ലൈക്ക് എന്ന വാക്കില്ല. പക്ഷെ ആരുണ്ട്? ആസ് ഉണ്ട് അല്ലേ. ആസ് സ്റ്റിൽ ആസ് എ സ്റ്റാച്യു. ആസ് ഉണ്ട്, ആസ് വന്നാലും മതി, സിമിലി തന്നെ. ഹിസ് വേർഡ്സ് കട്ട് ലൈക്ക് എ നൈഫ്. അവൻ്റെ വാക്കുകൾ ഒരു കത്തിയെ പോലെയാണ് മുറിച്ചത്. പോലെ. അവിടെയും താരതമ്യം. ലൈക്ക് എന്ന വാക്കുണ്ട്, ഒന്നും നോക്കണ്ട, സിമിലി തന്നെ. സിമിലി ക്ലിയർ ആയില്ലേ? ഇനി മെറ്റഫർ നോക്കാം. ദ സ്റ്റാർസ് ആർ ഡയമണ്ട് ഇൻ ദ സ്കൈ. നക്ഷത്രങ്ങൾ ആകാശത്തെ ഡയമണ്ട്സ് ആണ്. ഡയമണ്ട്സിനെ പോലെയാണെന്നല്ല പറയുന്നത്, ആകാശത്തിലെ ഡയമണ്ട്സ് ആണ് നക്ഷത്രങ്ങൾ. അവിടെയും താരതമ്യം ചെയ്യുന്നു, എന്നാൽ പോലെ എന്ന് പറയുന്നില്ല. അത് തന്നെയാണ്, ഡയമണ്ട്സ് തന്നെയാണ് നക്ഷത്രം എന്നാ പറയുന്നത്, പോലെ എന്ന് പറയുന്നില്ല. ലൈക്കുമില്ല, ആസുമില്ല. ഷീ വാസ് എ സ്റ്റാച്യു. അവൾ ഒരു പ്രതിമയാണ്. അവളൊരു പ്രതിമയെ പോലെ എന്നല്ല നമ്മൾ പറയുന്നത്, അവൾ ഒരു പ്രതിമയാണ്. ലൈക്കുമില്ല, ആസുമില്ല. ഹിസ് വേർഡ്സ് വേർ എ നൈഫ് ടു മൈ ഹാർട്ട്. അവൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു കത്തിയാണ്. കത്തി പോലെ എന്ന് പറയുന്നില്ല, ലൈക്കുമില്ല, ആസുമില്ല. അപ്പോൾ അത് മെറ്റഫറാണ്. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അത് സിമിലി ആണോ മെറ്റഫർ ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദ ബേബീസ് സ്കിൻ ഈസ് സിൽക്ക്. ദ ബേബീസ് സ്കിൻ ഈസ് സിൽക്ക്. കുഞ്ഞിൻ്റെ ശരീരം അല്ലെങ്കിൽ സ്കിന്ന് പട്ടാണ്. പട്ട് പോലെ എന്ന് പറയുന്നില്ല, ലൈക്കുമില്ല, ആസുമില്ല. എന്താണ് ആൻസർ? മെറ്റഫറാണ്. ദ ബേബീസ് സ്കിൻ ഈസ് ആസ് സോഫ്റ്റ് ആസ് എ സിൽക്ക്. ദ ബേബീസ് സ്കിൻ ഈസ് ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്. ബേബിയുടെ ശരീരം അല്ലെങ്കിൽ സ്കിന്ന് പട്ട് പോലെയാണ്. ആസ് ഉണ്ടല്ലേ, ആസ് ഉണ്ടെങ്കിൽ അത് സിമിലിയാണ്. ദ സൺ ബ്ലേസ്ഡ് ലൈക്ക് ഫയർ. സൂര്യൻ അഗ്നിയെ പോലെ തിളങ്ങി അല്ലെങ്കിൽ ജ്വലിച്ചു. പോലെ, ലൈക്ക് ഉണ്ട്, സിമിലി. ദ സൺ വാസ് ഫയർ ഇൻ ദ സ്കൈ. സൂര്യൻ അഗ്നിയാണ്. ആകാശത്തിലെ അഗ്നിയാണ് സൂര്യൻ എന്നാ പറയുന്നത്. പോലെ, അഗ്നിയെ പോലെ എന്ന് പറയുന്നില്ല. ലൈക്കില്ല, ആസ് ഇല്ല, മെറ്റഫറാണ്. ദ വാട്ടർ വാസ് ആസ് ക്ലിയർ ആസ് ഗ്ലാസ്. സിമിലിയാണോ മെറ്റഫറാണോ? ആസ് ഉണ്ടല്ലേ, സിമിലിയാണ്. ദ വാട്ടർ വാസ് ഗ്ലാസ്. വെള്ളം ഗ്ലാസ് ആണ്. അവിടെ ലൈക്കില്ല, ആസ് ഇല്ല, മെറ്റഫറാണ്. പോലെ എന്ന് പറയുന്നില്ല, അത് തന്നെയാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് മെറ്റഫർ വാദിക്കുന്നത്. എന്നാൽ സിമിലിയിൽ പോലെയാണ് എന്ന് വ്യക്തമായി പറയുന്നു. ഐ ലൈക്ക് ടു സിങ്. ഇപ്പോൾ പല ആളുകളും ഇത് സിമിലി ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. കാരണം എന്താ, ലൈക്ക് ഉണ്ടല്ലോ, അപ്പോൾ സിമിലി. എന്നാൽ ഇത് സിമിലി ആണോ? സിമിലി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ താരതമ്യം ചെയ്യാൻ. ഇവിടുത്തെ സെൻറ്റൻസ് എന്താ പറയുന്നത്? ഐ ലൈക്ക് ടു സിങ്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും താരതമ്യം ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ടോ? അവിടെ അത് സിമിലി അല്ല. അപ്പം നിങ്ങൾ ലൈക്ക് മാത്രം നോക്കിയാൽ പോരാ, അവ തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യം അവിടെ നടക്കുന്നുണ്ടോ എന്നുകൂടി നോക്കണം. അപ്പോൾ ഐ ലൈക്ക് ടു സിങ് എന്നുള്ളത് സിമിലിയുമല്ല, മെറ്റഫറുമല്ല. കാരണം എന്താ? അവിടെ താരതമ്യം അഥവാ കമ്പാരിസൺ നടക്കുന്നില്ല.
ദ സിറ്റി ഈസ് എ ജംഗിൾ. ഇത് സിമിലി ആണോ മെറ്റഫർ ആണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ സീരീസ് വീഡിയോ 2 എത്രയും വേഗം കാണാം മറ്റൊരു ടോപ്പിക്കുമായി. താങ്ക്